ഹമാസ് നേതാവ് യഹിയ സിൻവാർ എവിടെയാണെന്ന് ഉറപ്പിക്കാനാവാതെ അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് ഇസ്രായേൽ. അദ്ദേഹത്തെ ഉടനടി പിടികൂടാൻ സാധിക്കുമെന്ന് സയനിസ്റ്റ് ഭീകരർ പ്രത്യാശ പങ്കുവെക്കുന്നുണ്ടെങ്കിലും സിൻവാർ ഇപ്പോഴും കാണാമറയത്താണ്. ഖാൻ യൂനിസ് പ്രദേശത്തെ ഭൂഗർഭ തുരങ്കമാണ് യഹിയ സിൻവാറിന്റെ താവളം. ഞങ്ങൾക്ക് രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. സിൻവാർ ഇപ്പോഴും ഗസയിൽ തന്നെയുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പിക്കാനാവും. ഇങ്ങനെ നീളുന്നതാണ് ഇസ്രായേലി ഉദ്യോഗസ്ഥരുടെ വ്യക്തതയില്ലാത്ത പരാമർശങ്ങൾ. ഹമാസ് നേതാവ് യഹിയ സിൻവാർ റഫയിലല്ല കഴിയുന്നതെന്ന് ഇസ്രായേലി മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തതോടെ ഇസ്രായേൽ നേതൃത്വം വെട്ടിലായി. യഹിയ സിൻവാർ ഉടൻ തങ്ങളുടെ കൈപ്പിടിയിലാവുമെന്ന് ആവർത്തിച്ചു പറഞ്ഞ ഇസ്രായേലിന് ഇത് കനത്ത നാണക്കേടുണ്ടാക്കി. 2 സർക്കാർ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് ഇസ്രായേലി മാധ്യമം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഹമാസിനെ ഉന്മൂലനം ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെ റഫയിൽ ഇസ്രായേൽ സൈന്യം കരയാക്രമണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നതിനിടെയായിരുന്നു റിപ്പോർട്ട് പുറത്തുവന്നത്. ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ നിന്നൊക്കെ അതിവിദഗ്ധമായി രക്ഷ നേടിയ സിൻവാറിനെയും ഹമാസിന്റെ മറ്റു മുൻനിര പോരാളികളെയും ലക്ഷ്യമിട്ടായിരുന്നു റഫയിൽ ഇസ്രായേലിന്റെ കടന്നുകയറ്റം. സിൻവാർ എവിടെയാണുള്ളതെന്ന് അറിയില്ലെന്നും തെക്കൻ ഖാൻ യൂനിസ് പ്രദേശത്തെ ഭൂഗർഭ തുരങ്കങ്ങളിലുണ്ടെന്ന് തങ്ങൾ വിശ്വസിക്കുന്നതായും ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ദി ടൈംസ് ഓഫ് ഇസ്രായേലിനോട് പറഞ്ഞു. 35,000-ത്തിലധികം ഫലസ്തീനികളെ കൊന്നൊടുക്കിയ സയനിസ്റ്റ് സേന ഗസയിൽ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഹമാസ് നേതാവിനെ ലക്ഷ്യം വെക്കുന്നത് യുദ്ധത്തിലെ തങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്ന് ഇസ്രായേൽ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഹമാസിന്റെ പല സമുന്നത നേതാക്കളെയും ലക്ഷ്യം വെക്കുന്നതിൽ ഇസ്രായേൽ തുടരെ പരാജയപ്പെടുകയാണ്. ഹമാസ് നേതാക്കൾ എവിടെയാണെന്നതിനെക്കുറിച്ച് തങ്ങൾക്ക് വ്യക്തതയുണ്ടെന്ന് പറയുന്ന ഇസ്രായേൽ ഏതാനും പ്രദേശങ്ങൾ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ്. ഹമാസ് നേതാക്കളെ പിടികൂടാനെന്ന പേരിൽ സാധാരണ ജനങ്ങളെ നിഷ്ഠൂരമായി കൊന്നൊടുക്കി അതിന് ന്യായീകരണം കണ്ടെത്തുന്ന ഇസ്രായേൽ ഗസയിൽ മാനുഷിക പ്രതിസന്ധിക്ക് ഇതിനോടകം ആക്കം കൂട്ടി. അൽ ഖസാം ബ്രിഗേഡ്സ് ഡെപ്യൂട്ടി കമാൻഡർ മർവാൻ ഇസ ഉൾപ്പെടെ ഒരു പിടി മുതിർന്ന സൈനിക രാഷ്ട്രീയ ഹമാസ് നേതാക്കൾ ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുണ്ട്. മാർച്ചിൽ വടക്കൻ ഗസയിലെ ജബാലിയ മേഖലയിൽ നടത്തിയ ആക്രമണത്തിൽ ഇസ കൊല്ലപ്പെട്ടതായി US സ്ഥിരീകരിച്ചു. 2021 വരെ സിൻവാറിനെയും അൽ ഖസാം ബ്രിഗേഡ്സ് കമാൻഡർ മുഹമ്മദ് ഡീഫിനെയും വധിക്കാൻ ഇസ്രായേൽ സൈന്യം ഒരു ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തിരുന്നു. സിൻവാറിനെയും മുഹമ്മദ് ഡീഫിനെയും വകവരുത്താനുള്ള ഇസ്രായേൽ ആസൂത്രണങ്ങൾ ഇന്നും ഫലം കാണുന്നില്ല. ഫെബ്രുവരിയിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം ഗസയിലെ ഒരു തുരങ്കത്തിലൂടെ സിൻവാർ നടക്കുന്നതായി കാണിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇസ്രായേലി സൈന്യം പുറത്തുവിട്ടിരുന്നു. അന്താരാഷ്ട്ര എതിർപ്പ് വകവയ്ക്കാതെ ഹമാസിനെ പരാജയപ്പെടുത്തുകയെന്ന തന്റെ യുദ്ധലക്ഷ്യം കൈവരിക്കേണ്ടത് നിർണായകമാണെന്ന് ആവർത്തിച്ചു വ്യക്തമാക്കുന്നുണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ആ ദൃഢനിശ്ചയത്തോടെ റഫയിൽ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. 4 ഹമാസ് ബറ്റാലിയനുകൾ തെക്കൻ പ്രദേശങ്ങളിൽ ഒളിച്ചിരിക്കുന്നതായി സൈന്യം അവകാശപ്പെടുന്നുണ്ട്. ഈജിപ്തിനോട് അതിർത്തി പങ്കിടുന്ന റഫയിൽ കരയാക്രമണം നടത്തുക എന്ന ലക്ഷ്യവുമായി കഴിഞ്ഞ തിങ്കളാഴ്ച ഇസ്രായേൽ സൈന്യം ഇവിടെ കടന്നുകയറി അതിർത്തികൾ അടച്ചിരുന്നു. 15 ലക്ഷത്തോളം പേർ കഴിയുന്ന റഫയെ ആക്രമിക്കാനുള്ള പദ്ധതിക്കെതിരെ അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ അമേരിക്കയുടെ അംഗീകാരം ലഭിക്കും വിധം പരിമിത തോതിൽ ആക്രമണം നടത്തിയാൽ മതിയെന്നാണ് സുരക്ഷാ ക്യാബിനറ്റിന്റെ തീരുമാനം. ഹമാസിനെ പരാജയപ്പെടുത്താൻ മാസങ്ങൾ നീളുന്ന ഓപ്പറേഷൻ അനിവാര്യമാണെന്ന് തുടർച്ചയായി വാദമുയർത്തുന്ന നെതന്യാഹുവിന്റെ ലക്ഷ്യം റഫയെ പൂർണ്ണമായും തുടച്ചു നീക്കലാണ്. ഹമാസിന്റെ 6 സജീവ ബറ്റാലിയനുകളിൽ 4 റഫയിലാണെന്നും നെതന്യാഹു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഹമാസിന്റെ 24 ബറ്റാലിയനുകളിൽ 18 തകർത്തുവെന്നാണ് ഇസ്രായേലിന്റെ മറ്റൊരു അവകാശവാദം. എന്നാൽ ഇസ്രായേൽ സൈന്യം ആക്രമിച്ച് തരിപ്പണമാക്കിയ പ്രദേശങ്ങളിൽ ഹമാസിന്റെ പോരാളികൾ വീണ്ടും പ്രവർത്തനം സജീവമാക്കിയിട്ടുണ്ടെന്നും ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു.